എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രവാർത്ത അതിങ്ങനെയാണ്: വാഹന പരിശോധന സമയത്ത് നടത്തിയ ഗുരുതര കുറ്റങ്ങൾക്ക് പിഴ ഒഴിവാക്കി ചെറിയ കുറ്റങ്ങൾക്ക് മാത്രം പിഴ ചുമത്തിയതിലൂടെ മോട്ടോർ വാഹന വകുപ്പ് 43.41 ലക്ഷം രൂപ സർക്കാരിന് നഷ്ടം വരുത്തി. അതായത് വണ്ടി പരിശോധിച്ചപ്പം വലിയ കുറ്റങ്ങളെല്ലാം അവർ ഒഴിവാക്കി ചെറിയ കുറ്റങ്ങൾ മാത്രം വണ്ടിക്കാരുടെ തലയിൽ വെച്ച് കൊടുത്തതുകൊണ്ട് സർക്കാരിന് 43.41 ലക്ഷം രൂപ നഷ്ടം വരുത്തി. വാക്കെന്താണ്? നഷ്ടം വരുത്തി. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഡിറ്റിംഗ് വിഭാഗം നടത്തിയ സർവേയിൽ കിട്ടിയ കണക്കാണ്. സർക്കാരിന് ഇത്ര രൂപ നഷ്ടം വരുത്തി. അപ്പോൾ എൻ്റെ സംശയമോ എൻ്റെ ചോദ്യമോ ഇതാണ്: ലാഭം വരുത്തേണ്ടത് നഷ്ടമാക്കി. സർക്കാർ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണോ ലാഭവും നഷ്ടവും വരുത്താൻ? അതുകൊണ്ട് ചോദിക്കുന്നു, സർക്കാർ എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ്സാണോ? മോട്ടോർ വാഹന വകുപ്പ് വാഹനം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഗുരുതര കുറ്റങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഗുരുതര കുറ്റങ്ങൾ ഒഴിവാക്കി ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയിട്ട് കൊടുത്തു. ഈ ഓഡിറ്റർമാർ മഫ്റ്റിയിലോ അല്ല വല്ല ലോറിക്കാരുടെ വേഷത്തിലോ ഒക്കെ എപ്പോഴെങ്കിലും ഈ വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോയി ഇവരിതിൻ്റെ പുറകെ ഒന്ന് പോട്ടെ. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടിപ്പറുകാരെ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് യൂണിഫോം ഇടാതെ ചെന്നാൽ മതി. ആ യൂണിഫോം ഇല്ലെന്നുള്ള കുറ്റം അതുകൊണ്ട് നോക്കിയാൽ ഏതെങ്കിലും ടിപ്പറുകാർ യൂണിഫോം ഇടുന്നുണ്ടോ? എൻ്റെ അറിവിൽ ഒരുമാതിരിപ്പെട്ട ഒരു ടിപ്പറുകാരും യൂണിഫോം ഇടുന്നില്ല. ഓവർലോഡ് കയറ്റുന്നവരോ ഒന്നും ഒരു യൂണിഫോം അവരിടുന്നില്ല. കാരണം ആകെ മൊത്തം പറയാനുള്ള ആരോപിക്കാൻ പോകുന്ന കുറ്റമെന്ന് പറഞ്ഞാൽ ഈ യൂണിഫോമാണ്. അപ്പോൾ ഒരു തുക അങ്ങ് കൊടുക്കും, അതിനകത്തുനിന്ന് ഒരു ചെറിയ വീതം യൂണിഫോം ഇല്ല എന്നുള്ളതിൻ്റെ പിഴ എഴുതും, ബാക്കി പൈസ ഈ എടുക്കുന്നവരുടെ പോക്കറ്റിലും കിടക്കും. ഇത് സാർവത്രികമായി ഇവിടെ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും കൊണ്ടുപോയി ഒരു 6 മാസം ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ പഴയ വണ്ടികളുണ്ട്, ചിലപ്പോൾ പെർമിറ്റ് തീർന്നത് കാണും, ചിലപ്പോൾ പേപ്പർ ഇല്ലാത്തത് കാണും. പക്ഷേ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ഇതുമായി പോകുന്നത് അവിടെ വഴി നീളം ഇതുപോലെ ചെക്കിങ്ങൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാഞ്ഞിരപ്പള്ളി അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പാറമടയിൽ നിന്ന് റോഡ് വന്ന് മെയിൻ റോഡ് ചേരുന്നിടത്ത് ഒരു വളവിനാണ് ചേരുന്നത്. ആ വളവിൻ്റെ തൊട്ട് മുമ്പിൽ MVD കിടക്കുന്നു. തൊട്ടിപ്പുറത്ത് ആ ഒരു വളവിൽ തന്നെ ഈ റോഡ് വന്ന് ഇറങ്ങുന്നിടത്തുനിന്ന് ഒരു 50 മീറ്റർ മുമ്പിൽ MVDയുടെ വണ്ടി, ഒരു 50 മീറ്റർ പുറകിൽ ഹൈവേ പോലീസിൻ്റെ വണ്ടി, 2 വണ്ടിയും കൂടെ വാതൊക്കെ വന്ന് കിടക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സർക്കാർ ബിവറേജസിൽ കൂടെ ബ്രാൻഡി വിൽക്കും. ബ്രാൻഡി ഒടുക്കത്തെ വിലയ്ക്ക് വിൽക്കും. 100 രൂപയ്ക്കും 150 രൂപയ്ക്കും വിൽക്കുന്നത് 10,000 രൂപയ്ക്ക് വിറ്റിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഉപജീവനത്തിനായിട്ട് ഏതെങ്കിലും തട്ടുകടക്കാരൻ ഒരു 2 വടയോ അല്ലെങ്കിൽ ബജിയോ എന്നതേലും വിൽക്കുന്ന ഒരു സാധനം ഉണ്ടാക്കും. അപ്പോൾ ഇവിടുന്ന് ഒരുത്തൻ ഒരു വൈൻഡോ ക്വാർട്ടറോ മേടിച്ചിട്ട് അവൻ അങ്ങോട്ട് ചെന്ന് അവിടുന്ന് ഒരു പേപ്പർ ഗ്ലാസും മേടിച്ച് അവിടുന്ന് ഇച്ചിരി വെള്ളവും മേടിച്ച് കുടിച്ച് അങ്ങോട്ട് മാറുമ്പം ഈ വേശ്യകളുടെ പീസ് പിരിക്കാൻ നടക്കുന്നത് പോലെ പോലീസുകാർ ഊതിക്കാൻ സാമാനമായിട്ട് അങ്ങോട്ട് ചെല്ലും. എന്തൊരു അക്രമം പിടിച്ച ഒരു സംവിധാനമായത്! നമ്മൾ കുമളി വിട്ട് അങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയിട്ട് എത്ര ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് പോയാലും ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഒരു ചെക്കിങ് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതും അവർ നോക്കുന്നത് തന്നെ വണ്ടിയുടെ പേപ്പറോ ബാക്കി കോപ്പ് കുറച്ചക്കറോ ഒന്നുമല്ല അവർ നോക്കുന്നത്. അവർ നോക്കുന്നത് ഇതിനകത്ത് പണം കൊണ്ടുപോകുന്നുണ്ടോ എന്ന് മാത്രം. അതും എത്ര മാന്യമായ രീതിയിൽ അവർ നോക്കുന്നത്. അവർ നോക്കി പേരും അഡ്രസ്സും എല്ലാം നോക്കി, വണ്ടി മൊത്തം നോക്കി, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി, എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എഴുതി എടുത്തു വിട്ടു. കേരളത്തിലൊരു 100 കിലോമീറ്റർ പോയാൽ ഏറ്റവും കുറഞ്ഞ ഒരു 15 സ്ഥലത്ത് ചെക്കിങ്ങുണ്ട്. അതിൻ്റെ അർത്ഥമായിപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഓഡിറ്റ് ചെയ്തതിൻ്റെ താല്പര്യം അവർ പറയുന്നു നഷ്ടം വരുത്തി എന്ന് പറഞ്ഞാൽ ലാഭം വരുത്താനുള്ളൊരു പരിപാടിയാണ് സർക്കാർ. ആരെയാണ് കൊള്ളയടിക്കണ്ടേ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ കയ്യെ മഷി പറ്റുന്ന ആ സമയം വരെ ഉള്ളൂ ജനാധിപത്യം. കയ്യെ മഷി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ പുറത്ത്, പിന്നെ നിന്നെ എല്ലാം കൊള്ളയടിച്ച് ഞങ്ങൾ ടൂറടിക്കും, ഞങ്ങളും ഞങ്ങളുടെ കിങ്കരന്മാരും. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. കയ്യെ മഷി പറ്റുന്നത് വരെ മോനെ മക്കളെ
അതേ ഇതേ മറ്റേതേ മാങ്ങാത്തൊലി എന്നെല്ലാം പറഞ്ഞ് പല്ല് വിളിച്ചുകൊണ്ട് വരും. കയ്യെ മഷി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനെക്കുറിച്ചും ഒരു വിവരമില്ല. അത് കഴിഞ്ഞാലോ ഈ അന്യായ ചെക്കിങ് ഈ വഴിയിൽ. ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാർത്ത കണ്ടപ്പം ഭയങ്കരമായ ഓഡിറ്റർമാർ, അത് 4 ജില്ലയിൽ അവർ നോക്കിയതാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് 4 ജില്ലകൾ നോക്കിയപ്പോഴാണ് സർക്കാരിന് 43.41 ലക്ഷത്തിൻ്റെ നഷ്ടം. അങ്ങനെയാണെങ്കിൽ 14 ജില്ലയിലും കൂടി ഓഡിറ്റ് ചെയ്താൽ എന്തായാലും നഷ്ടം വന്നേനെ. ഇവിടെ സാധാരണക്കാരൻ ഒരു വണ്ടി മേടിച്ചാൽ, ഒരു പഴയ വണ്ടി മേടിച്ചാൽ അതിനൊരു റീഫൈനാൻസ് ഇടണമെങ്കിൽ, റീഫൈനാൻസ് ഇട്ടെടുക്കണമെങ്കിൽ അതിൻ്റെ ബുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ ഇവന്മാരുടെ പണമില്ല. ഇവന്മാരുടെ ആ ബുക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ ഇവന്മാരെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഈ നാട്ടിലെ സെക്കൻഡ് ഹാൻഡ് വ്യാപാര മേഖല വരെ നിന്നുപോയി. നാടിതുപോലെ മുടിഞ്ഞു പോയപ്പോൾ ഇവന്മാർ വഴി ചെക്ക് ചെയ്യുക, കൊള്ളയടിച്ചതിൻ്റെ ഫീസ് നഷ്ടം വരുത്തിയെന്ന്. ഇതെങ്ങനെയാണ് ഇത് ശരിയാകുന്നത്? ഇതെന്തൊരു അക്രമമായത്? ഒരു കാലത്ത് ഒരു ഓട്ടോറിക്ഷ കൊണ്ടോ, ഒരു പിക്കപ്പ് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ടാക്സി ജീപ്പ് കൊണ്ടോ, ഒരു കുഞ്ഞ് ടാക്സി കാർ കൊണ്ടൊക്കെ ഒരു കുടുംബം കഴിയുമായിരുന്നു. ഇപ്പോൾ അത് കഴിയല. ഒടുക്കത്തെ ഇന്ധന വില. അതിങ്ങനെ ഇനിയിപ്പം അങ്ങ് തീരും. ഇപ്പോൾ ഈ 30-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടാ കളി കാണാൻ പോകുന്നത് എന്നാന്ന്. 30-ാം തീയതി വരെ ഇങ്ങനെ കടിച്ച് പിടിച്ച് വെച്ചിരിക്കുക. ഇത് ഓരോരോ കാര്യം പറഞ്ഞ് ഈ അവസാനത്തെ മഷിയും കൂടെ ഒന്ന് പുരട്ടിക്കോട്ടെ, തരാൻ നിനക്കിട്ടൊക്കെ പണിയെന്നുള്ള കണക്കൂട്ടിലാണ് നിൽക്കുന്നത്. 80,000 കോടി വരെയൊക്കെ ഈ വർഷം ലാഭം ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ വലിയ എണ്ണ കമ്പനികൾക്ക്. കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്തകൾ കേട്ടതാ, 80,000 കോടി വരെ ലാഭമുണ്ടെന്ന്. എന്നിട്ടും 80,000 കോടി ലാഭം ആരെയാണ് കൊള്ളയടിച്ചത്? ജനാധിപത്യ രാജ്യത്തിൽ ജനത്തിനെ കൊള്ളയടിച്ച് ഇത്രയോ ലാഭം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് കൂട്ടാൻ നിൽക്കുക. എന്ത് കഷ്ടമായത്! ഇനി ഈ ഭീകരമായ ചെക്കിംഗ് എല്ലാം ചെക്ക് ചെയ്ത് ഈ പൈസ മേടിക്കുന്നതുകൊണ്ട് ആർക്കാ ഗുണം? പൊതുജനത്തിന് എന്നാ ഗുണമുള്ളത്? ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല, കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും, രാഷ്ട്രീയക്കാരുടെ പെൻഷനും ശമ്പളവും കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു പരിപാടി. ഇതുകൊണ്ട് പൊതുജനത്തിന് എന്താ പ്രയോജനം? മിക്ക കടകളും അടഞ്ഞടഞ്ഞു വരുന്നു, മിക്ക സ്ഥലങ്ങളിൽ കച്ചവടമില്ലെന്നാകുന്നു, മിക്ക പ്രസ്ഥാനങ്ങളും നിന്നു പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മുണ്ടക്കയത്തിനുള്ളൊരു ബസ്സേ കയറി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മുണ്ടക്കയം ബസ്സേ കയറിയിട്ട് വൈകുന്നേരം ഒരു 6-6:30 ആയപ്പോൾ ഒരു ബസ്സേ കയറിയിട്ട് ആ ബസ് പൊൻകുന്നത്ത് വരുന്നത് വരെ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ആ ബസ്സിൽ 9-10 പേരേ ഉള്ളൂ. പൊൻകുന്നത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി വന്നപ്പോഴത്തേനും കണ്ടക്ടറും ഡ്രൈവറും ഞാനും ഉൾപ്പെടെ ഒരു 3-4 പേരേ ഉള്ളൂ. 4 കിലോമീറ്റർ പോലും ഡീസലിന് മൈലേജ് കിട്ടാത്ത ഒരു ബസ് പോകുക. അപ്പോൾ ഒരാൾ വളരെ തമാശയായിട്ട് കണ്ടക്ടറോട് ചോദിച്ചു, ഡ്രൈവറുടെ ശമ്പളം കൊടുത്തോന്ന് ചോദിച്ചു. ഡ്രൈവറുടെ ശമ്പളം കൊടുക്കാൻ പോയിട്ട് ഡീസലിനുള്ള പൈസ കിട്ടുകയെന്ന് പറഞ്ഞു. ഇതുപോലെ ഈ നാട് നാശിച്ച് നാറാണക്കല്ലെടുക്കുമ്പം ഇവന്മാർ ഓഡിറ്റ് ചെയ്യുക ഏതൊക്കെ വിധത്തിൽ നട്ടം ഉണ്ടാക്കിയെന്ന്. ഇവന്മാരുടെ വീട്ടിലെ പൈസ ഒന്നും അല്ലല്ലോ, ഇവന്മാരുടെ വീട്ടിലോട്ടൊന്നും അല്ലത് കൊണ്ടുപോകുന്നത്. എന്നാ നഷ്ടം വരാനിരിക്കുന്നത്? അതുകൊണ്ട് ഇവിടുത്തെ പൊതുജനത്തിന് ജീവിക്കാനുള്ള സാഹചര്യം ഈ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒരു 3 മാസം ട്രെയിനിങ്ങിന് കൊണ്ടുവിട്ടാൽ മതി. ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നതും എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് കൊണ്ടുപോകുന്നതെന്നും അറിയാൻ പറ്റും. ഇതിൻ്റെ എല്ലാം കുഴപ്പം ആത്യന്തികമായിട്ട് ഉദ്യോഗസ്ഥന്മാരൊന്നുമല്ല, തലപ്പത്തിരിക്കുന്നവന്മാരാണ്. ദയുള്ളൊരു തലപ്പത്തിരുന്നാൽ താഴെ തട്ടിലോട്ട് അത് ഇറങ്ങി വരും. ഇതിപ്പോൾ കുനിഞ്ഞിരുന്നിട്ട് ഓ എന്ന് വെക്കുന്നവന്മാരെ കൊണ്ട് എന്നാ പറയാനോ സമൂഹത്തിനുള്ളത്? അതുകൊണ്ട് ദയുള്ളവർ തലപ്പത്തിരുന്നാൽ മാത്രമേ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഉദ്യോഗസ്ഥന്മാരോടെല്ലാം പറയുക എങ്ങനെയും കൊന്നു കൊള്ളയടിച്ച് പിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ പോകുന്ന വഴി കിട്ടാവുന്ന ദ്രോഹമെല്ലാം ജനത്തിനിട്ട് ചെയ്യും. ജനത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകാൻ മേലാത്ത ഏറ്റവും ദയനീയമായ ഒരു കാലഘട്ടവും. എന്താന്ന് പറഞ്ഞാലും ഈ വീഡിയോയുടെ അടിയിലൊക്കെ ചിലർ കമൻ്റ് ഇടും, അത് അങ്ങനെയാ ഇങ്ങനെയാ, അവിടെ അതാ ഇതാ മറ്റേതാ മാങ്ങത്തൊലിയാ. പക്ഷേ നമ്മൾ സമൂഹത്തിൽ കേരളത്തിൽ ഇറങ്ങി നോക്കിക്കോ, 90% ജനത്തിനും ഒരു സന്തോഷമില്ല. 90% ജനത്തിനും ജീവിതത്തിൽ പ്രത്യാശകളില്ല. 90% ജനത്തിനും മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. 90% ജനവും സങ്കടത്തിലാണ്. അതാ യാഥാർത്ഥ്യം. പക്ഷേ ഇത് മനസ്സിലാകണേ ദയുള്ള ഭരണാധികാരികൾക്കേ മനസ്സിലാവുള്ളൂ. ദയുള്ള ഭരണാധികാരികൾക്കേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോടും സർക്കാരിനോടും പറയട്ടെ, ഈ വെനിസ്വലയിലൊക്കെ സംഭവിച്ചതുപോലെ അവസാനം ജനം വഴിയിലിറങ്ങും. ഇന്ത്യയിൽ അങ്ങനെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആദ്യം ഇറങ്ങാൻ സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണ്. കാരണം
എല്ലാ മേഖലയിലും ഈ സൈസ് പിടിച്ചു പറി, എല്ലാ മേഖലയിലും. അപ്പോൾ ഓഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഈ ജനം കൊടിയ ദാരിദ്ര്യത്തിലാണ്. അതാ യാഥാർത്ഥ്യം. അതുകൊണ്ട് അതുങ്ങളെ ദ്രോഹിക്കാനുള്ള പരിപാടിയായിട്ട് നിങ്ങൾ ഇറങ്ങരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.